അടുത്ത കേസിലോട്ട് പോവാട്ടോ. അടുത്ത കേസ് എന്ന് പറഞ്ഞാല് എൻഡോമെട്രിയൽ പോളിപ്പ് തന്നെയാണ് വിഷയം. എൻഡോമെട്രിയൽ പോളിപ്പ് തന്നെയാണ് വിഷയം. സെയിം സിംറ്റം തന്നെയാണ്, സിവിയർ ബ്ലീഡിങ്, ഒരു രക്ഷയില്ല, ബ്ലഡ് അങ്ങോട്ട് നിൽക്കണില്ല. അപ്പോ ഇത് നേരിട്ട് വന്ന് നമ്മളെ കണ്ട ഒരു കേസാണ് കേട്ടോ. അപ്പോൾ ഇവർക്കും ഈ പറഞ്ഞ പോലെ ഗൈനക്കിനെ കൺസൾട്ട് ചെയ്തു. ഗൈനക്കിനെ കൺസൾട്ട് ചെയ്ത സമയത്ത് പോളിപ്പിന്റെ അൾട്രാസൗണ്ട് എടുക്കുമ്പോൾ ഇച്ചിരി കൂടി നേരത്തെ കണ്ട കേസിനെക്കാട്ടിലും വലിപ്പമുണ്ട്. ഏകദേശം ഒരു 2 × 0.6 സെന്റിമീറ്റർ വലിപ്പത്തിലുള്ള പോളിപ്പാണ് കാണുന്നത്. അപ്പോൾ ഗൈനക്ക് ഇതിനൊരു ഡൗട്ട് പറഞ്ഞു, മാലിഗ്നൻസിയിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഗൈനക്കിന് തോന്നി. അപ്പോ ഇവർക്ക് ഡിയാൻസി ചെയ്യാൻ പോലും, അതെന്ന് മാലിഗ്നന്റ് ആണോ എന്ന് നോക്കാൻ പോലും നിൽക്കാനുള്ളൊരു മനസ്സില്ല, അതിന് തയ്യാറാവുന്നതേ ഇല്ല, ഒട്ടും വില്ലിങ് ആവുന്നില്ല. എൻ്റെ അമ്മയുടെ ഒരു കൂട്ടുകാരി കൂടിയാണ്, അങ്ങനെ എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ മാക്സിമം പറഞ്ഞു നോക്കി, നമുക്ക് മാലിഗ്നൻസി ആണോ അല്ലയോ എന്നൊന്നും അറിയണ്ടേ, ഒരു രക്ഷയില്ല, ആൾ അതിനൊന്നും തയ്യാറാവില്ല. എന്നിട്ട് അപ്പൊ നമ്മൾ കുറച്ച് എന്തായാലും ഇങ്ങനത്തെ കേസ് കിട്ടുമ്പോൾ അത്യാവശ്യം നമ്മളൊരു ചെറിയ രീതിയിലൊരു കൗൺസിലിംഗ് പോലെ കൊടുക്കൂലേ, ആ കൗൺസിലിംഗ് തന്നെ മതി നമ്മുടെ കേസിന് ആവശ്യമുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവരിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ചോർത്തിയെടുക്കാനായിട്ട്. അപ്പോൾ പേഷ്യന്റിനോട് സംസാരിച്ചു തുടങ്ങി. അപ്പൊ നമുക്ക് അവരുടെ കഥയിലോട്ട് പോകാം. ഈ ലേഡി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട സ്റ്റഫിസാഗ്രിയെ എൻഡോമെട്രിയൽ പോളിപ്പ് ഉണ്ടല്ലോ, അതില് ചൈൽഡ്ഹുഡിലെ പ്രശ്നങ്ങളായിരുന്നില്ലേ. പക്ഷെ ഇവരുടെ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാല് അത്യാവശ്യം നല്ല ചൈൽഡ്ഹുഡ് ആയിരുന്നു. അച്ഛൻ, അമ്മ, സഹോദരങ്ങളെല്ലാം നല്ല ഹാപ്പി ആയിരുന്നു. പക്ഷെ ഇവിടെ ഒരു വില്ലൻ ഉണ്ടായിരുന്നു. ആരാന്ന് വെച്ചാല് പട്ടിണി, പൈസ ഇല്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കഴിക്കാനുള്ള ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുന്ന ഒരു ചൈൽഡ്ഹുഡ്, ഉടുക്കാനൊരു വസ്ത്രമില്ലാത്തൊരവസ്ഥ, അതൊക്കെ ഇവർ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ പൈസയുടെ വാല്യൂ അറിയുന്ന ഒരാളാണ്. ഒരുപാട് ആഗ്രഹങ്ങള് പഠിക്കാനുള്ള കാര്യത്തിലാണെങ്കിൽ പോലും അത് പിന്നീടാവട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയി, പൈസ ഇല്ല എന്നുള്ളതിന്റെ പേരില്. അങ്ങനെ ആള് കല്യാണം കഴിക്കുന്നു. അപ്പൊ എല്ലാവരും അല്ലേ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണോ അതിന് ഒരു മാറ്റം കല്യാണം കൊണ്ടുതരും എന്ന് നമ്മൾ പലരും വിചാരിക്കാറുണ്ട്. ഈ പേഷ്യന്റും അങ്ങനെ തന്നെ വിചാരിച്ചു. കല്യാണം കഴിയുമ്പോൾ ഇതൊക്കെ ഈ ഒരു സിനാരിയോ മാറും എന്നുള്ളത്. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല്, ആദ്യത്തെ കുറച്ച് നാളൊക്കെ നല്ലപോലെയൊക്കെ പോയി. പക്ഷെ പിന്നീട് ഹസ്ബൻഡ് കുടിയനായിരുന്നു, ഒരു രക്ഷയില്ല. അപ്പൊ ഹസ്ബൻഡിന് കൂടെ പോറ്റേണ്ട അവസ്ഥയായി ആൾക്ക്. ആള് ജോലിക്ക് ഇറങ്ങുന്ന കിട്ടണ ശമ്പളത്തിൽ നിന്ന് കൊടുക്കണ, ഹസ്ബൻഡ് വീട് നോക്കുകയില്ല. മക്കളായി, രണ്ട് മക്കളായ സമയത്ത് മക്കളുടെ ആവശ്യത്തിനുള്ള ചെലവിനുള്ള കാശ് പോലും ഹസ്ബൻഡ് കൊടുക്കാത്ത അവസ്ഥ. എന്നിരുന്നാലും ഇവർ അത്രയ്ക്കും പണിയെടുത്തിട്ട് കുടുംബം നോക്കിക്കൊണ്ട് പോയി. ഉപദ്രവമുണ്ട്, പുള്ളി നന്നായിട്ട് ഉപദ്രവിക്കും. പക്ഷെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇവർക്ക് ഒരു ഹോസ്പിറ്റലില് അക്കൗണ്ടന്റ് ആയിട്ടാണ് ജോലി കിട്ടിയിരിക്കുന്നത്. അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ, അതായത് ഇടപെടുന്ന ആൾക്കാരെല്ലാം അങ്ങനെ ആയതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നല്ലൊരു നില ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നതുകൊണ്ട് തന്നെ ഇവർ ഈ ഹസ്ബൻഡിന്റെ കള്ളുകൂടിയെ കുറിച്ചോ ഹസ്ബൻഡ് ഉപദ്രവിക്കുന്നതിനെ കുറിച്ചോ ഒന്നും പുറത്ത് ആരോടും പറഞ്ഞിട്ടില്ല. എല്ലാ ബാധ്യതകളും സ്വന്തം ചുമലിൽ ഏറ്റിയിട്ടാണ് ഇവർ ഈ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവര് അടുത്തൊരു ട്വിസ്റ്റ് ഉണ്ടാവുകയാണ്. അതായത് ഹസ്ബൻഡിന് കുറെ അധികം എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഇവർ പൊക്കുകയാണ്. 1 അല്ല 2 അല്ല 3 അല്ല. അപ്പൊ മനസ്സിലായി പുള്ളി ഇത്രയും നാളും എന്നെ ചതിക്കായിരുന്നു എന്നുള്ളൊരു ബോധം അവർക്ക് വന്നു. അത് അവരെ ഭയങ്കരമായിട്ട് തകർത്ത് കളഞ്ഞു. പക്ഷെ എന്നിരുന്നിട്ട് പോലും അവരെന്ത് ചെയ്യുന്നില്ല, ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും, ഇത് പുറത്തറിഞ്ഞാൽ എനിക്ക് നാണക്കേടല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇത് ആരോടും ഷെയർ ചെയ്യുന്നില്ല. ഹസ്ബൻഡിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന പോലും ഇല്ല. ഇവര് നോർമലി കഴിയുന്നത് എങ്ങനെയാണോ അങ്ങനെ കഴിയുക. കാരണം ഇവർക്ക് അത്രയും പാവപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് എനിക്ക് നല്ലൊരു കുടുംബം ഉണ്ടായി എന്ന് ബാക്കിയുള്ളവരെ കാണിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ ബാക്കിയുള്ളവരുടെ മുന്നിൽ ഈ ഒരു പ്രശ്നം പറയാനായിട്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, സപ്രഷൻ തന്നെയാണ്. ഇതും കഴിഞ്ഞ് ഇതിന്റെ അടുത്ത ട്വിസ്റ്റ് വരുന്നത് എന്താ വെച്ചാൽ ഒരു മോനും മോളും ഉണ്ട്. അവര് സ്വാഭാവികമായിട്ടും അച്ഛന്റെ ഈ ഒരു ഇത് കാണുമ്പോൾ അമ്മയായിട്ടായിരിക്കണം അല്ലെ അറ്റാച്ച്മെന്റ് വരുന്ന, അമ്മ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് വെച്ചിട്ട്. പക്ഷെ ഇവിടെ കുട്ടികള് അച്ഛന്റെ സ്വഭാവത്തിലേക്ക് മീൻസ് അച്ഛനുമായിട്ടാണ് കൂടുതൽ അറ്റാച്ച്മെന്റ് വരുന്നത്. അച്ഛൻ എന്തെങ്കിലുമൊക്കെ സാധനങ്ങള്, അതായത് ഇവര് പറയുന്ന ആവശ്യമില്ലാത്ത അവർക്ക് കൊടുക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ അവർ ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ അത് മേടിച്ച് കൊടുക്കും. അല്ലെങ്കിൽ അച്ഛന് ടൂറിന് പോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ അതിനൊക്കെ സമ്മതം കൊടുക്കുന്നു. അമ്മ അതിനൊക്കെ എതിര് പറയുന്നു. സോ അമ്മയിൽ നിന്ന് അകലുന്നു മക്കള് രണ്ടുപേരും, അച്ഛന്റെ വഴിക്കാണ് എന്നുള്ളൊരു വിഷമം ഇവർക്ക് ഇങ്ങനെ. അപ്പൊ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വിഷമങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇനി ഈ കേസിലേക്ക് പറയാൻ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യാം.
എന്തെങ്കിലും കിട്ടിയില്ല അല്ലെ? അങ്ങോട്ട് കിട്ടിയില്ല. ഒരു കാര്യം പറഞ്ഞാൽ കിട്ടുമായിരിക്കും. ഇത്രയും ഗ്രീഫുകൾ ഇവരിങ്ങനെ കൂട്ടി 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 വെച്ചിട്ടുണ്ട്. ഒരിടത്ത് ഇവർക്ക് മനസ്സമാധാനം കിട്ടണില്ല. യെസ്, അടുത്തുണ്ട്. നാട്രമൂറും ഇഗ്നേഷ്യയും വന്നു അല്ലെ? നാട്രമൂർ ആണോ ഇഗ്നേഷ്യ ആണോ? എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം? നാട്രമൂർ ആണോ ഇഗ്നേഷ്യ ആണോ? പേഷ്യന്റ് അടുത്ത് വന്ന് ഇരിക്കുമ്പോ എന്താ സംഭവിക്കാന്നറിയോ? അവര് ഒരു 2 സെന്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പറയുന്നത് മുഴുവൻ ഇതാണ്, സങ്കടങ്ങളാണ്. 2 സെന്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്റെ ഡോക്ടറെ ശരിയാവില്ല, എന്റെ ഡോക്ടറെ ഇതാണ് അവസ്ഥ, എനിക്ക് ഇങ്ങനെ ഗ്രീഫ് കിട്ടും. ഇഗ്നേഷ്യ അല്ലെ? ഇഗ്നേഷ്യ ആണ്. എനിക്ക് ആ ഒരു ഒറ്റ ഗ്രീഫിന്റെ പേരിലാണ് ഞാൻ എന്ത് കൊടുക്കണേ? ഇഗ്നേഷ്യ സെലക്ട് ചെയ്യണേ. പക്ഷെ മൈൻഡ് വൈസ് ഇവർ അങ്ങനെ ഭയങ്കര ഇഗ്നേഷ്യ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ഉറപ്പ് പറയാൻ പറ്റത്തില്ല. പക്ഷെ ആ ഒരു കുഞ്ഞുനാള് തൊട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണെങ്കിലും അവർക്ക് ഗ്രീഫ് ഉണ്ട്. എനിക്കത് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ആ കിട്ടിയതിന്റെ പേരിലാണ് ഞാൻ അവിടെ ഇഗ്നേഷ്യ എഴുതിയത്. ഇഗ്നേഷ്യ എഴുതുമ്പോഴുള്ള കാര്യം ശ്രദ്ധിച്ചത് നമ്മൾ സ്റ്റഫി മറ്റേ മൈൻഡ് ഭയങ്കര പ്രൊമനന്റ് ആയതുകൊണ്ട് വണ്ണമ്മിലേക്ക് പിടിച്ചു അല്ലെ? പക്ഷെ ഇവിടെ മാലിഗ്നൻസി സസ്പെക്ട് ചെയ്തിരുന്നത് കൊണ്ടും ഈ പേഷ്യന്റ് അത്രയ്ക്കും ഇങ്ങോട്ട് ഇഗ്നേഷ്യ ആണോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ എന്തിൽ പിടിച്ചു എന്ന് അറിയാമോ? പത്തോളജി സിവിയർ ആയതുകൊണ്ട് ഞാൻ 6C പോയി. ഇഗ്നേഷ്യ 6C കൊടുത്തു. ഇഗ്നേഷ്യ 6C 1/4 ഗ്ലാസ് വെള്ളത്തിൽ 5 തുള്ളി രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, രാത്രി, അങ്ങനെ ആഴ്ചയിൽ 5 ദിവസം ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. 2 മാസമായപ്പോൾ തന്നെ ആളുടെ ബ്ലീഡിങ് ഒക്കെ ഒന്ന് ശമിച്ചു. അതായത് നോർമൽ പീരീഡ്സും കാര്യങ്ങളും എല്ലാം കിട്ടിത്തുടങ്ങി. അപ്പൊ മനസ്സിലായി ഇഗ്നേഷ്യ ആ ഒരു ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇഗ്നേഷ്യ തന്നെ പോട്ടെ എന്ന് വിചാരിക്കണം. അങ്ങനെ നിൽക്കുമ്പോൾ 5 മാസം വരെ അതങ്ങനെ പോയിട്ട് ഇവര് സ്കാനിങ് എടുക്കാൻ റെഡി ആവില്ല. സ്കാനിങ് എടുക്കുന്ന കാര്യം പറയുമ്പോൾ തന്നെ എന്റെ ഡോക്ടറെ സ്കാനിങ് ഇപ്പോഴേ വേണ്ട, ഇതാണ് ആറ്റിറ്റ്യൂഡ്. അങ്ങനെ 5 നമ്മുടെ കുറച്ച് റിലേഷൻ അല്ലെ, അമ്മേന്റെ ഒരു ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അവരെ ഫോഴ്സ് ചെയ്യുന്നതിലും കുറച്ച് ബുദ്ധിമുട്ട് വരും. ഇവര് നമ്മളെ കുഞ്ഞായിട്ടേ കാണുള്ളൂ. കുട്ടി ഡോക്ടർ എന്നുള്ളൊരു പേര് നമുക്ക് ഉണ്ടാവുള്ളൂ. 5 മാസം ആയപ്പോഴത്തേക്കിനും ആള് സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന കുറച്ച് കുട്ടി ഫൈബ്രോയിഡ്സ് ഉണ്ടായിരുന്നേ. അത് മാത്രമേ ഉള്ളൂ. നമ്മുടെ പോളിപ്പൊക്കെ പോയി കംപ്ലീറ്റ്ലി ആള് ഓക്കെ ആയി. സെറ്റല്ലേ? ഇനി നമുക്ക് നാട്രമൂറും ഇഗ്നേഷ്യനെയും തിരിച്ചറിയാനായിട്ട് ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മൾ പറഞ്ഞല്ലോ റെസ്പോണ്ട് ചെയ്യുന്ന രീതി. സങ്കടം ഉണ്ടെങ്കിൽ ഇഗ്നേഷ്യ എന്താ ചെയ്യാ? ഇഗ്നേഷ്യ അതിങ്ങനെ ആലോചിച്ച് നിലവീർപ്പിട്ടോണ്ടേയിരിക്കും. സ്റ്റഫി ആണെങ്കിൽ ഒരു പരിധി കഴിഞ്ഞാൽ ദേഷ്യപ്പെടും ഇല്ലേ? കാർസിനോസിനാണെങ്കിൽ ചെറിയൊരു വഴക്ക് പോലും സഹിക്കാൻ പറ്റില്ല. പിന്നെ എല്ലാം അവസാനിച്ച് എല്ലാം തീർന്നു, എല്ലാം നശിപ്പിക്കണം. പക്ഷേ നാട്രമൂർ ആണെങ്കിൽ എന്താണെന്നറിയോ? നാട്രമൂറിന് ഗ്രീഫ് ഉണ്ട്, പക്ഷെ ഇഗ്നേഷ്യന്റെ അത്രയും സിവിയർ ആയിരിക്കത്തില്ല. നാട്രമൂർ നമ്മൾ വിചാരിക്കുന്ന പോലെ പാവമല്ല. നാട്രമൂർ കുറച്ച് സൈലന്റ് ആവും, പക്ഷെ നാട്രമൂർ ചിരിച്ച് കാണിക്കും. നാട്രമൂറിനെ ഇൻസൾട്ട് ചെയ്ത ആളാണെങ്കിൽ പോലും നാട്രമൂർ അവരെ കാണുമ്പോൾ ചിരിച്ച് കാണിക്കും. പക്ഷെ ഉള്ളിൽ നന്നായിട്ട് ആ ഒരു റിവഞ്ച് ഉണ്ടാവും. പക്ഷെ റിവഞ്ച് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നാട്രമൂർ പോയി അവർ ഉപദ്രവിക്കത്തൊന്നുമില്ല. എന്നാലും അവൻ അങ്ങനെ ചെയ്തല്ലോ. റെപ്പറ്റീഷൻ ഞാൻ പറഞ്ഞു ഡോക്ടറെ, ആഴ്ചയിൽ 5 ദിവസം അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോ നാട്രമൂർ അങ്ങനെയാണ്. റിവഞ്ച് ഉണ്ട്, നല്ല റിവഞ്ച് ഉണ്ട് മനസ്സിൽ. പക്ഷെ പണിയെടുക്കാനൊന്നും ഞാനില്ല. ദൈവം നിന്നോട് ചോദിക്കും, ഞാനത് മറക്കൂല. ഇതാണ് നാട്രമൂറിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് വരിക. ഓക്കെ, അപ്പൊ 3 കേസ് നമ്മൾ ഫിനിഷായി. 4ാമത്തതിലോട്ട് പോട്ടെ ഡിയർ ഡോക്ടേഴ്സ്. നാലാമത്തെ കേസ് നമുക്ക് കുറച്ചും കൂടെ സ്പെഷ്യൽ ആണ് കേട്ടോ. ഈ കേസ് നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെയും അൾട്രാസൗണ്ട് സ്കാനിങ് ഒക്കെ ചെയ്യിച്ചവരെ ഒന്ന് ഞെട്ടിച്ച കേസാണ് കേട്ടോ. കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 19 വയസ്സുള്ള പെൺകുട്ടിയാണ്. 19 വയസ്സുള്ള വെളുത്ത് മെലിഞ്ഞൊരു സുന്ദരി കുട്ടിയാണ്. ആളുടെ ഉമ്മയും ആളുടെ ചേച്ചിയുമായിട്ടാണ് ക്ലിനിക്കിലേക്ക് വരുന്നത്. വന്നു. അന്ന് നമുക്ക് പേഷ്യന്റ് ഒന്നും ഇല്ല, നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയം. അതുകൊണ്ട് തന്നെ ഒരു 1.5 മണിക്കൂർ അവരായിട്ട് ഇരുന്ന് സ്പെൻഡ് ചെയ്തു കേട്ടോ. അപ്പൊ തന്നെ നമുക്ക് കേസിന്റെ ഒരു ഇത് കിട്ടി. എനിക്ക് തോന്നുന്നു ദൈവമായിട്ടായിരിക്കും അല്ലേ, ദൈവമായിട്ട് അവർക്ക് അത്രയും സമയം കൊടുക്കുന്നതായിരിക്കും. നമുക്ക് മരുന്ന് കിട്ടണമല്ലോ, എന്നാ പിന്നെ നീ ഇരുന്നോ, ഇത്രയും നേരം സംസാരിച്ചെന്ന് ദൈവം വിചാരിക്കുന്നുണ്ടാവും. അപ്പോ ഈ കേസ് എന്ന് പറഞ്ഞാല് ഈ കുട്ടിക്ക് വയറ് ഇങ്ങനെ വീർത്ത് വരാൻ തുടങ്ങി. ആള് നല്ല മെലിഞ്ഞിട്ടാണ്.
അപ്പൊ വയറ് മാത്രം ഇങ്ങനെ ബുമ്മെന്നിരിക്കാൻ തുടങ്ങി. അപ്പൊ അത് കണ്ടപ്പോ ഇതെന്താ ഇങ്ങനെ വയറ്, നഴ്സിംഗ് സ്റ്റുഡന്റ് ആണ് ആള്, അപ്പൊ എന്തോ പ്രശ്നമുണ്ട്, എപ്പോഴും ബ്ലോട്ടിംഗ് ആണ്, ഇങ്ങനെ ഏമ്പൊക്കെ വന്നുകൊണ്ടിരിക്കും, ഭയങ്കര അസ്വസ്ഥത വയറില്. അങ്ങനെ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാല് സ്കാൻ എടുത്തു. സ്കാൻ എടുത്തപ്പോഴാണ് അതിനകത്ത് റൈറ്റ് അഡിനെക്സൽ സിസ്റ്റിക് മാസ് കാണുന്നു. റൈറ്റ് ഓവറിയിൽ ഒരു മാസ് കാണുന്നുണ്ട്. ആ മാസ് ഏകദേശം 11 സെന്റിമീറ്റർ വലിപ്പമുണ്ട്. 110x70 ആണ് കാണിക്കുന്നത്. ഏകദേശം ഒരു 11x7 സെന്റിമീറ്റർ വലിപ്പമുള്ള ഒരു സിസ്റ്റിക് മാസ് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു ഇത് പ്രശ്നമാണ്, എടുത്ത് കളയണം, മാലിഗ്നൻസിയിലേക്ക് ഏത് സമയത്ത് വേണമെങ്കിലും പോവുക എന്ന് പറയുന്നു. അവരെന്ത് ചെയ്തു? സംഭവം എന്താണ്, അതായത് ഡേറ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. 13/5/2024 സ്കാൻ എടുക്കണേ. പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ എടുത്ത് കളഞ്ഞോളാൻ പറയണു. അങ്ങനെ ലാപ്രോട്ടമി ചെയ്യുന്നു 16/5/2024. അപ്പം 3 ദിവസത്തിനുള്ളിൽ തന്നെ ലാപ്രോട്ടമി ചെയ്ത് സാധനം എടുത്ത് കളഞ്ഞു. ഓക്കെ, അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 5-ാം മാസത്തിൽ നിന്ന് 8-ാം മാസത്തിലെത്തി. 8-ാം മാസം ഒരു 11-ാം തീയതി ഇവർ വീണ്ടും ഒരു സ്കാനിങ് എടുത്തു. വയറിന് അവിടെ ഇവിടെയായിട്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വീണ്ടും തോന്നി തുടങ്ങി. എന്നാൽ അത്ര സിവിയർ അല്ല. വീണ്ടും ഒരു സ്കാനിങ് എടുത്തപ്പോ ദാണ്ടെ അതേ റൈറ്റ് സൈഡിൽ വീണ്ടും സിസ്റ്റിക് മാസ് വന്നിരിക്കുന്നു. അത് ഏകദേശം 4 സെന്റിമീറ്റർ, 48x41 വളർച്ച എത്തിയിട്ടുള്ള സിസ്റ്റിക് മാസ് റീഅപ്പിയർ ചെയ്തിരിക്കുന്നു. ഗൈനക്കിനെ കാണിച്ചു. ഡോക്ടർ ആകെ കൺഫ്യൂസ്ഡ് ആയി. കാരണം എന്താ വെച്ചാല് ഇത് വളരെ വേഗം ഗ്രോത്തും ഉണ്ട്, വീണ്ടും എടുത്തു കളഞ്ഞ പാടെ വീണ്ടും അത് വരികയും ചെയ്തിരിക്കുന്നു. മാലിഗ്നൻസി ഭയങ്കരമായിട്ട് സസ്പെക്ട് ചെയ്യേണ്ടി വരുമല്ലോ, ഇത് അടുത്ത് വീണ്ടും ഉടനെ തന്നെ വീണ്ടും എടുത്ത് കളയുക, ചിലപ്പോൾ ഓവറിയോട് കൂടി പോവേണ്ടി വന്നേക്കാം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഈ കുട്ടീനും പേരൻസിനോടും സംസാരിച്ചു. അപ്പോഴാണ് ആരൊക്കെയോ പറഞ്ഞറിഞ്ഞിട്ട് അവര് ഇവിടെ എന്നെ കാണാനായിട്ട് വരുന്നത്. അതായത് കല്യാണം കഴിച്ചിട്ടില്ലാത്ത കുട്ടിയാണ്. അപ്പൊ ഒരു തവണ അത് എടുത്തു, ഇനി ഓവറി പോകുമോ, ഇതെന്താ ഇങ്ങനെ വീണ്ടും വന്നത് ഡോക്ടർ എന്നും അങ്ങനെയാണ് എൻ്റെ അടുത്ത് വരണേ. അപ്പൊ ഞാൻ കേസൊക്കെ നോക്കി, കാര്യങ്ങളൊക്കെ നോക്കി, വേറെ സിംറ്റംസ് വേറെ ഒന്നും തന്നെ പറയാനില്ല. അതായത് ഈ ഒരു സിസ്റ്റിക് മാസിനെ വെച്ചിട്ടുള്ള ഒരു സിംറ്റംസും പറയാനില്ല. അല്ലാണ്ടുള്ള സിംറ്റംസ് നോക്കിക്കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് മൈഗ്രെയിൻ വരുന്ന ആളാണ്. റെക്കറന്റ് ആയിട്ട് മൈഗ്രെയിൻ വരും. പക്ഷെ പാട്ട് പറ്റില്ല കേട്ടോ, പാട്ട് കേൾക്കാനേ പറ്റില്ല. ആള് കാണുന്ന അത്ര സ്വീറ്റ് അല്ല, പാട്ടിനോട് ഭയങ്കര ദേഷ്യമാവും. അങ്ങനെ ഉറച്ചുള്ള സൗണ്ട് ഒന്നും ആൾക്ക് പറ്റത്തില്ല. ഭയങ്കരമായിട്ട് ഐസ്ക്രീം ഒക്കെ ഇഷ്ടമാണ്. പിന്നെ അലർജി ഉണ്ട്, അതാണ് ഒരു വലിയ പ്രശ്നം. ഇങ്ങനെ കാലാവസ്ഥ മാറി മറിയുന്നതിനനുസരിച്ചിട്ട് നല്ല രീതിയിൽ ആൾക്ക് തുമ്മല്, ജലദോഷം പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. ഇതൊക്കെയാണ് ബാക്കി സിംറ്റംസ് ആയിട്ട് കിട്ടിയ കാര്യങ്ങൾ. ഇവര് 3 പേരും കൂടി ഇരുന്ന് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ആളോട് പേഴ്സണലി ഭയങ്കര ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാനുള്ള ഒരു സ്കോപ്പ് നമുക്കില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഞാൻ അങ്ങോട്ട് ചോദിക്കാതെ തന്നെ ഇവിടെ ഭയങ്കരമായിട്ട് കുട്ടി സംസാരിക്കുന്നുണ്ട്. അതായത് എന്റെ അറ്റൻഷൻ അവളിലേക്ക് എടുക്കുന്നുണ്ട്. അത് മനസ്സിലാക്കി തന്ന വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഞാനിപ്പം ഉമ്മ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ ഞാൻ ഉമ്മേനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവള് അതേ കാര്യത്തിന്റെ അവളുടെ ഒരു എക്സ്പ്ലനേഷൻ അവള് പറയും. ചേച്ചി പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. ഭയങ്കരമായിട്ട് അവളിലേക്ക് ശ്രദ്ധിക്കണം, അവള് പറയുന്നത് കേൾക്കണം, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളതുപോലെ ഫീലായി. പിന്നെ എന്താ വെച്ചാല് ഈ ഉമ്മ പറയുന്നത് ഇളയ കുട്ടി ആയതുകൊണ്ടാണ് അറിയില്ല, ഡോക്ടർ എപ്പോഴും ഉമ്മ വേണം, എല്ലാ കാര്യത്തിനും ഉമ്മ വേണം. ഉപ്പ അങ്ങ് ഗൾഫിലാണ്. അപ്പോ ചേച്ചിയോട് കുറച്ച് നല്ല അസൂയും കുശുമ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതായത് ചേച്ചിയായിട്ട് കുറച്ച് ഏജ് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ചേച്ചി ഉമ്മയായിട്ട് അധികം അടുക്കുന്നത് പുള്ളിക്കാരിക്ക് അങ്ങോട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ത് കാര്യം കോളേജിൽ നടക്കുന്ന വീക്കിലി ആണ് വീട്ടിലേക്ക് വരിക. എന്നിരുന്നാൽ പോലും കോളേജിൽ നടക്കുന്ന എല്ലാ വിശേഷങ്ങളും അമ്മേനോട് ഷെയർ ചെയ്യും. അതും അമ്മയുടെ മടിയിൽ കിടന്നിട്ട് തന്നെ പറയണം, അത് നിർബന്ധമാണ്. പിന്നെ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ അവൾക്ക് ഒളിവോ മറയോ അങ്ങനെ ഒന്നുമില്ല. അതായത് എല്ലാ കാര്യങ്ങളും ഉമ്മയ്ക്ക് അറിയാം. 10ാം ക്ലാസ്സിൽ വെച്ചിട്ട് ഒരു അഫെയർ ഉണ്ടായിരുന്നു. അഫെയർ എന്ന് പറഞ്ഞാൽ 1 വേ ആയിരുന്നു. 1 വേ എന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്ക് അങ്ങോട്ട് മാത്രമായിരുന്നു. അവന്റെ കുറേ നടന്നു. അവന്റെ എന്താ പറയാ വർക്കുകളും അസൈൻമെന്റ്സും പ്രോജക്റ്റും എല്ലാം ഇവള് അങ്ങോട്ട് ചെന്ന് ചോദിച്ച് എഴുതി കൊടുക്കുമായിരുന്നു. ലാസ്റ്റ് അവന് വേറെ അഫെയർ ഉണ്ടായിരുന്നു, അവൻ തേച്ചിട്ട് പോയി. അപ്പൊ അവൻ തേച്ചിട്ട് പോയി എന്ന് പറയാൻ പറ്റില്ലല്ലോ, കാരണം അവൻ ഇങ്ങോട്ടുണ്ടായിരുന്നില്ല, ഈ കുട്ടിക്ക് മാത്രമേ അങ്ങോട്ടുണ്ടായിരുന്നുള്ളൂ. അതായിരുന്നു ഒരു അഫെയറിന്റെ ഒരു ഇപ്പോഴും ഉണ്ട്, അതിന്റെ ഒരു വിഷമമുണ്ട്. എന്നാലും ഉമ്മ അവൻ എന്നെ ഇഷ്ടമായില്ലല്ലോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും ഉമ്മേനോട് പറയും. ഇപ്പൊ നഴ്സിംഗ് കോളേജിലാണ്, അവിടെ ആണെങ്കിൽ പെൺപിള്ളേരെ ഉള്ളതാണ്. അപ്പൊ എല്ലാം ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരാളും കൂടിയാണ്.
ഡിയർ ഡോക്ടേഴ്സ്, മരുന്ന് പോരട്ടെ. അടിപൊളി. ശരിക്കും നമ്മൾ ഒന്നിച്ച് പ്രിസ്ക്രൈബ് ചെയ്തു അല്ലെ? ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസ് ആണ് കാരണം അത്രയ്ക്കും അഫെക്ഷനേറ്റ് ആയിട്ടുള്ള, അത്രയ്ക്കും അറ്റൻഷൻ സീക്കർ ആയിട്ടുള്ള വേറെ ഒന്നിനെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അത് മാത്രമല്ല, ഈ ചേഞ്ച് ഓഫ് വെതർ അത് ഭയങ്കര പ്രശ്നമായിരുന്നു. തുമ്മല് കാര്യങ്ങള് ഒക്കെ വരിക. അപ്പോ ഫോസ്ഫറസ് ചിന്തിച്ചു ഞാൻ. ഫോസ്ഫറസും സൈലീഷ്യ 6X കൂടിയാണ് കൊടുത്തത്. കാരണം സൈലീഷ്യ കൊടുത്തതിന്റെ കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അബ്സോർബായി പോവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഫോസ്ഫറസും 1M ആണ് കൊടുത്തത്. ഫോസ്ഫറസ് 1M 2 ഡോസ് BD ആയിട്ട് കൊടുത്തു. 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്തു. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞ് പേഷ്യന്റ് വന്നു. 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ഫോസ്ഫറസ് 1M സൈലീഷ്യ 6X പോയി. അപ്പോ അതിനുശേഷം ഇവര് റിവ്യൂ സ്കാനിങ്ങിന് വേണ്ടി പോയി. അവര് പോയത് ഫസ്റ്റ് ഇവരെ സ്കാൻ ചെയ്ത, അതായത് ആ സ്കാൻ ചെയ്ത ഡോക്ടർ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. ഈ സിസ്റ്റ് റീഅപ്പിയർ ചെയ്ത സമയത്ത് അയ്യോ ഇത്ര വേഗം തന്നെ വീണ്ടും ഒരു സിസ്റ്റ് വന്നല്ലോ എന്നുള്ളത്. പോയി ആ ഡോക്ടർ നന്നായിട്ട് അറിയാം ഇവരെ. സ്കാൻ ചെയ്തിട്ട് അയ്യോ ഒന്നും കാണുന്നില്ലല്ലോ, ഇതായിരുന്നു അവരുടെ അയ്യോ എന്ന് അവരും പറഞ്ഞു പോയി. ഇതെവിടെ പോയി എന്നുള്ളൊരു രീതിയിലായിരുന്നു സിസ്റ്റിക് മാസ്. അത് കംപ്ലീറ്റ് ആയിട്ട് പോയി. അവര് പിന്നെ ഗൈനക് കൺസൾട്ടേഷനും കൂടി പോയി. ഗൈനക്കിനും അത്ഭുതമായിരുന്നു കേസ് അത് പോയി അല്ലേ എന്നുള്ളത്. പിന്നെ നമ്മുടെ ഹോമിയോപ്പതി എന്താ പറയാ, സഹേല് കോഴ്സ് ചെയ്യുന്ന സമയത്ത് ബിജു സാറൊക്കെ പറയും പോലെ സംതിങ് നമ്മൾ എക്സ്ട്രാ കൊടുക്കണമല്ലോ. ഫോസ്ഫറസ് ആണ് ആണെങ്കിൽ ഫോസ്ഫറസ് എല്ലാം മാറ്റി കൊടുക്കണമല്ലോ അല്ലെ? ആള് സഫർ ചെയ്ത മൈഗ്രെയിനും ആള് സഫർ ചെയ്ത അലർജിക്കിന്റെ സിംറ്റംസും എല്ലാം ഫോസ്ഫറസ് അങ്ങ് തൂത്തുവാരി കൊണ്ടുപോയി. ഇപ്പം ആള് സ്റ്റിൽ ഇപ്പോഴും ആള് നല്ല ഹാപ്പി ആയിട്ട് ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഇരിക്കുന്നുണ്ട്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ലെവൽ ഫോസ്ഫറസ് തന്നെ ആയിരുന്നു. അതുകൊണ്ടാണ് ഈ പറയുന്ന മൈഗ്രെയിനും പിന്നെ അലർജിക് സിംറ്റംസും ഒക്കെ പോയത്. അങ്ങനെ നമ്മള് ഫോസ്ഫറസ് കൊണ്ട് ഈ ഒരു അടിപൊളിയായിട്ട് ഈ കേസ് നമ്മൾ ക്യൂർ ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി ഈ ഫോസ്ഫറസിന്റെ ഒരു നേച്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫോസ്ഫറസ് കംപ്ലീറ്റ്ലി നമ്മളിങ്ങനെ അവരിലേക്ക് അട്രാക്ഷൻ ഇതാക്കിക്കൊണ്ടിരിക്കും. ഭയങ്കര സിമ്പത്തറ്റിക് ആണ് ആള്. ഒരുപാട് സിമ്പത്തറ്റിക് റെമഡീസ് ഉണ്ട്. പക്ഷേ ഫോസ്ഫറസ് ഒട്ടും സെൽഫിഷ് അല്ലാത്ത, വീക്ക്ലി ബൈ വീക്ക്ലി 2 ആഴ്ച കൂടുമ്പോൾ രാവിലെ 1 രാത്രി 1 അങ്ങനെയായിരുന്നു ഫോസ്ഫറസ് പൊക്കോണ്ടിരുന്നത്. അങ്ങനെ 2 മാസത്തിനുള്ളിൽ, 2 മാസം ഒന്നും വേണ്ടി വന്നില്ല കേട്ടോ. ഒരു 1.5 മാസത്തിനുള്ളിൽ സംഭവം സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞു തന്നെ എന്താ വെച്ചാൽ ഭയങ്കര അറ്റൻഷൻ സീക്കിംഗ് ആണ് ഇവര്. അതുപോലെ ഭയങ്കര സിമ്പത്തറ്റിക് ആണ്. സിമ്പത്തറ്റിക് എന്ന് വെച്ചാൽ വെറുതെ കാണിക്കാൻ വേണ്ടിയുള്ളതല്ല, സെൽഫിഷും അല്ല, ഒരു ജെനുവിൻലി സിമ്പത്തറ്റിക് ആയിട്ടുള്ള റെമഡീസ് നമ്മുടെ ഫോസ്ഫറസ് ആണ്. നമ്മുടെ കോസ്റ്റിക്കം സിമ്പത്തറ്റിക് ആണ്. പക്ഷെ കോസ്റ്റിക്കത്തിനായാലും നൈട്രിക് ആസിഡിനായാലും ഒക്കെ കുറച്ചൊരു സെൽഫിഷ്നെസ് ഉണ്ട്. അങ്ങനെ സിമ്പത്തറ്റിക് ആവാനേ അവർക്ക് കഴിയുള്ളൂ. ഈവൻ കാർസിനോസിൻ സിമ്പത്തറ്റിക് ആണ്. പക്ഷെ കാർസിനോസിൻ സിമ്പത്തറ്റിക് ആണെങ്കിലും കാർസിനോസിന്റെ ആ പറയുന്ന കുറച്ച് ക്രൈറ്റീരിയാസ് കാർസിനോസിൻ വെച്ചിട്ടുണ്ട്. ആ ക്രൈറ്റീരിയക്ക് അകത്ത് നിൽക്കുന്നത് അങ്ങോട്ടേക്ക് സിമ്പത്തി കാണിക്കുള്ളൂ. അങ്ങനെ ഒരു കാര്യമാണ്. പക്ഷെ ഫോസ്ഫറസ് എന്ന് വെച്ചാൽ ജെനുവിൻലി സിമ്പത്തറ്റിക് ആയിട്ടുള്ള ആളാണ്. പിന്നെ ഈ പറയും പോലെ ഇവർക്ക് സ്നേഹം വേണം, ഇവർക്ക് എന്തോ വേണം. അത് കിട്ടിയില്ലെങ്കിൽ ഇവർക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റിയാ. അത് കിട്ടുന്നില്ല എന്ന് കണ്ടാൽ നമ്മൾ ഫോസ്ഫറസിൽ പഠിക്കുമല്ലോ, ഡിസപ്പോയിന്റഡ് ലവ്. എനിക്കൊന്ന് ഈ കുട്ടിക്ക് മറ്റേ ആ ചെറുക്കനും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ഒരു അഫെയർ ഒക്കെ ആയി അവൻ തേച്ചിട്ട് പോകുന്നൊരു കണ്ടീഷൻ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി ഡീപ്പായിട്ടൊക്കെ അസുഖങ്ങൾ പോയേനേയും തോന്നുന്നുണ്ട്. അത്ര ഒരു ഇൻസെക്യൂരിറ്റി. ഇവര് സ്നേഹം കൊടുത്താൽ, ഞാനൊരു 100 ഇരട്ടി സ്നേഹിച്ചാൽ എനിക്ക് 200 ഇരട്ടി ഇങ്ങോട്ട് തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിച്ച് സ്നേഹിക്കുന്ന ഗണത്തിൽ പെടുന്ന ആൾക്കാരാണ് ഫോസ്ഫറസ് എന്ന് പറയുന്നത്. അങ്ങനെ 4 കേസ് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. നമ്മൾ 9 മണിയോട് അടുക്കുന്നു. അപ്പൊ ഇത്രയൊക്കെയാണ് എൻ്റെ കേസ് കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബി ദ ചേഞ്ച് യു വിഷ് ടു സീ ഇൻ ദ വേൾഡ്. അല്ലെ? എത്ര മനോഹരമായിട്ട് നമുക്ക് ആ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ സർജറി വേണം, അത് ചെയ്താലേ പറ്റുള്ളൂ, ഹോർമോൺ ടാബ്ലറ്റ് എടുത്താലേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇത് വെച്ചിരിക്കുന്ന കേസുകൾ നമ്മളുടെ അടുത്ത് എത്തിയിട്ട് 2 മാസം 3 മാസം കൂടിപ്പോയ 5 മാസത്തിനുള്ളിലൊക്കെ ഇത്രയും ഭയങ്കര സൂപ്പറായിട്ട് പോകുമ്പോൾ നമുക്ക് എത്ര രസമായിട്ട് കേസ് ക്യൂർ ചെയ്യുമ്പോൾ മാറ്റാൻ പറ്റും അല്ലെ? ഈ ലോകത്തിന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. മരുന്ന് ഡീപ്പായിട്ട് അറിഞ്ഞ് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയാല് നമുക്ക് ആളെ മൊത്തത്തിൽ മാറ്റിക്കൊടുത്ത് എക്സ്ട്രാ കൊടുക്കണോ, നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ വേണേലും കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ പ്രാക്ടീസ് ചെയ്യാതെ ആരും ഇരിക്കരുത്.
അത് വല്ലാത്തൊരു അവസ്ഥയാണ്. ആരും പ്രാക്ടീസ് ചെയ്യാതിരിക്കരുത്, എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം, എക്സ്പ്ലോർ ചെയ്യുക ഹോമിയോപ്പതി, ഒരുപാട് ബുക്കുകൾ വായിക്കുക, ഒരുപാട് മെഡിസിൻസ് വായിക്കുക. പിന്നെ നിങ്ങളും നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. സ്റ്റഫി എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, നാട്രമൂർ എങ്ങനെയാണ്, സൾഫർ എങ്ങനെയാണ്, സിഫിലിനം എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും പേഷ്യന്റിനോട് ചോദിക്കുന്ന സമയത്ത്. അത് നമ്മളെ ഒരു ഈസി ആയിട്ട് മെഡിസിൻ സെലക്ഷനിലേക്ക് കൊണ്ട് എത്തിക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഈ പറയുന്നതിലൊക്കെ ഒരു 100% ഉറപ്പിച്ചിട്ടല്ല ഞാനും പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നത്. എന്തൊക്കെയോ വരുന്നുണ്ട് നോക്കാം. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ക്ലാസ്. അശോക് സാർ ഇല്ല, നമ്മളൊരു 10 മിനിറ്റ് ഡിസ്കഷന് വേണ്ടി കൊടുക്കുകയാണ്. ഈ ചാറ്റ് ബോക്സിൽ ഇട്ട കാര്യങ്ങളും നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് ഈ പറഞ്ഞ 4 കേസിലും എന്തെങ്കിലും സംശയങ്ങൾ, ഇപ്പം ആദ്യത്തെ കാർസിനോസിൻ കേസിൽ വേറെ ഏതെങ്കിലും മെഡിസിൻസ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനോ ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസ്കഷൻ പോയിന്റിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആർക്കൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതെല്ലാവർക്കും പറയാം. 10-15 മിനിറ്റ് നമുക്ക് എടുക്കാം. അപ്പൊ അതിനുള്ളൊരു സമയമാണ്. പോരട്ടെ, കമന്റ്സ് പോരട്ടെ. നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇടുന്ന കാര്യം നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കൂ. നമുക്കറിയാം, നമുക്കൊരു ആരുമില്ലേ? സാറേ, ഈ കേസിൽ അത് വേറൊരു കേസ് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. മാഡം, നമ്മളെ ഇൻഫെർട്ടിലിറ്റി കേസുകൾ വരുമ്പോഴേ ഓൾറെഡി അവര് കുറെ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു 8 ഇയർ 10 ഇയർ ഒക്കെ ആയിട്ടാണല്ലോ വരിക. അവരുടെ കുറെ റിപ്പോർട്ട്സ് ഓൾറെഡി ഉണ്ടാവും. അപ്പൊ നമ്മള് എത്ര മുൻപുള്ള റിപ്പോർട്ട്സ് ആണ് നമുക്ക് വേണ്ടത് നോക്കാനായിട്ട്? അല്ലെങ്കിൽ അവരോട് വീണ്ടും വീണ്ടും നമ്മൾ എടുക്കാൻ പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവരും ഒരുപോലെ ഫിനാൻഷ്യൽ ഉള്ളവരായിരിക്കില്ലോ. അപ്പൊ അത് എന്ത് നോക്കിയിട്ടാണ് നമ്മൾ അവരോട് പറയേണ്ടത്? ഒരു 3 മാസം മുമ്പുള്ള, ഞാൻ പറയുന്നത് എനിക്ക് കേൾക്കാം. ഓക്കെ, ഒരു 3 മാസം മുമ്പുള്ള റിസൾട്ടുകൾ വരെ നമുക്ക് അത് മതിയാവും. പക്ഷെ ഒരു 3 മന്ത് ഒക്കെ കഴിഞ്ഞിട്ടാണ് പ്രത്യേകിച്ച് അൾട്രാസൗണ്ട് പോലെയുള്ള അല്ലെങ്കിൽ തൈറോയിഡ് പോലെയുള്ളതാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റിക്ക് എൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് ഞാനങ്ങനെ ഒരുപാട് ടെസ്റ്റുകളൊന്നും വാരി ചെയ്യിപ്പിക്കാറില്ല. എനിക്ക് ഫീമെയിൽസിൽ അറിയേണ്ടതായിട്ടുള്ള ഒരു അൾട്രാസൗണ്ട് സ്കാൻ എനിക്കറിയണം, തൈറോയിഡ് എനിക്കറിയണം, AMH എത്ര നിൽക്കുന്നു എന്നുള്ളതെന്ന് അറിയണം. വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ ഇത് 3 മാത്രമാണ് നോക്കുക. മെയിലിനാണെങ്കിൽ സെമൻ അനാലിസിസ്, അസുസ്പെർമിയുടെ കേസ് ആണെങ്കിൽ മാത്രം ഒരു USG സ്ക്രോട്ടത്തിലോട്ടോ അങ്ങനെ വല്ലതൊക്കെ പോവുള്ളൂ, അത് മതിയാകും. പിന്നെ ഈ 10 വർഷം അത് സംസാരിച്ചു തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റത്തില്ല, അതാണ് ഒരു പ്രശ്നം. മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്നാലും ഈ കേസ് പറയുമ്പോൾ ഒരു 42 ഇയേഴ്സ് ആയിട്ടുള്ള കപ്പിള് എൻ്റെ അടുത്ത് വന്നു. അവർ വരുമ്പോൾ എൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ റിസൾട്ട് ഏകദേശം ഇത്ര പൊക്കത്തില്, എൻ്റെ അത്ര പൊക്കത്തില് റിസൾട്ടുകളുണ്ട്. ഇത് കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക, 2 പേരും ഇങ്ങനെ തളർന്നിരിക്കുകയാണ്. ഡോക്ടർ എത്ര അടുത്ത് പോയി, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പൊ ഞാൻ കാണുമ്പോൾ തന്നെ നല്ല വയസ്സ് ഫീൽ ചെയ്യുന്നുണ്ട് ആൾക്ക്. എന്നിട്ടും 2 പേരും നല്ല ടയേർഡാണ്. അത്രയധികം മെഡിസിൻസ് അവരുടെ ലൈഫിൽ പോയിട്ടുണ്ട്. അപ്പൊ ഇവര് പറയുന്നത് എന്താ വെച്ചാല്, ആരോ പറഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടിയാവും, അതുകൊണ്ട് അവർ ഈ റിസൾട്ട് എല്ലാം എടുത്തിട്ട് ഇപ്പം ചെയ്തുകൊണ്ടിരുന്ന ട്രീറ്റ്മെന്റ് നിർത്തിയിട്ട് ഇവിടെ വന്നിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ റിസൾട്ടുകൾ മൊത്തം നോക്കി തീരണമെങ്കിൽ തന്നെ ഏകദേശം ഒരു ദിവസം വേണ്ടി വരും. എന്നിട്ട് ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചാലില്ലേ, ഇവര് പുറത്തായിരുന്നു, ഹസ്ബൻഡും വൈഫും കല്യാണം കഴിഞ്ഞ് പുറത്തായിരുന്നു. അവിടെ ഇവര് ഭയങ്കര ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ഒരു കുഴപ്പമില്ല, ഹസ്ബൻഡിന്റെ വൈഫിന് ഹസ്ബൻഡുമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. പക്ഷെ നാട്ടിലുള്ളവർ സമ്മതിക്കോ? നമ്മുടെ അൺബോർഡ് കൺമണി എല്ലാരും കണ്ടല്ലോ, കാണണം കേട്ടോ. ഈ അൺബോർഡ് കൺമണിയിൽ പറയും പോലെ ചോദിക്കാൻ തുടങ്ങി, വിശേഷമായില്ലേ. അവിടെ ഇരിക്കുന്നവരെ ഫോണിൽ കൂടി വിളിച്ച് ശല്യപ്പെടുത്താൻ തുടങ്ങി. എന്നിട്ട് എന്താ പറയാ, നമ്മുടെ നാട്ടിലാണെങ്കിൽ ദിനം പ്രതി ഇൻഫെർട്ടിലിറ്റി ഹോസ്പിറ്റലുകൾ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ അവിടുന്ന് നേരെ ഇങ്ങ് വിട്ടോ, ഇവിടെ നിങ്ങൾക്ക് ഉണ്ട് ട്രീറ്റ്മെന്റ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടിയാവും. അങ്ങനെ സമാധാനമായും സ്വസ്ഥമായിട്ടും ജീവിച്ചുകൊണ്ടിരുന്ന അവരെ ഇവിടെ വിളിച്ചു വരുത്തി. അവര് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ അവർക്ക് നേരം കിട്ടിയിട്ടില്ല. ഇവര് തമ്മിലുണ്ടായിരുന്ന ബോണ്ടിങ് എന്ന് പറയുന്ന ഒരു സാധനം തീർന്നു കിട്ടി. അവര് ജീവിക്കുന്നതേ മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അവസ്ഥയായി. ഈവൻ അവർ തമ്മിൽ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നത് പോലും ഒരു കുട്ടിക്ക് വേണ്ടി മാത്രമേ, അല്ലാതെ അവർ തമ്മിലുള്ളൊരു ബോണ്ടിങ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അപ്പൊ ഇത് സംസാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്, ഏകദേശം ഒരു 1.5 വർഷമായിട്ട് വല്ലപ്പോഴും ഒരിക്കൽ മാത്രമാണ് ഇവര് തമ്മിലൊരു സെക്ഷൽ കോണ്ടാക്ട് ഉണ്ടാവുന്നത്. ശരിക്കും ഞാൻ ഞെട്ടി, കാരണം ഇതില്ലാതെ എങ്ങനെയാണ് കുട്ടിയാവുക?
ആക്ച്വലി ഇവരിങ്ങനെ ടെസ്റ്റ് ചെയ്ത് ഇന്ന ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ കുട്ടിയാവും എന്ന് പറഞ്ഞിട്ട് ആരൊക്കെയോ ഇങ്ങനെ ഇവരെ നിയന്ത്രിച്ചുകൊണ്ടേയിരിക്കുന്നു, ഇവരിങ്ങനെ പൊക്കോണ്ടേയിരിക്കുന്നു. പക്ഷെ ഇവര് തമ്മിൽ കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് മനസ്സിലാക്കുമ്പോഴാണ് വൈഫിന് സിവിയർ ആയിട്ടുള്ള വജൈനിസ്മസ് എന്ന് പറയുന്ന കണ്ടീഷനാണ് ഇപ്പൊ അവര് സഫർ ചെയ്യുന്നത്. അതായത് അടുത്ത വിസിറ്റ് വരുന്നു, ഞാൻ ഇവരെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അൺബോർഡ് കമ്പനിയിൽ ഡോക്ടർ പറയുന്ന പോലെ തന്നെ ഒരു ടൂർ പോകാനൊക്കെ പറഞ്ഞു. അതിനുശേഷം അവർ തിരിച്ച് അടുത്ത വിസിറ്റിന് വരുമ്പോഴും പറയുന്ന ഡോക്ടർ ഒന്നും നടന്നിട്ടില്ല, കാരണം എന്താ വെച്ചാൽ സിവിയർ പെയിൻ ആണ്, ആൾക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് പറ്റുന്നില്ല, വജൈനിസ്മസ് ആവണു. അത് പറഞ്ഞു വന്നപ്പോൾ ഇതിനു മുമ്പ് ഒരു TVS ട്രാൻസ് വജൈനൽ സ്കാൻ ചെയ്യുന്ന സമയത്ത് പോലും ഡോക്ടർക്ക് അത് പ്രോപ്പറായിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റിയില്ല, വജൈനിസ്മസ് പോലെ ഉള്ള കണ്ടീഷൻ വന്നു. അപ്പൊ ഞാൻ വൈഫിനെ മാത്രം ഒറ്റയ്ക്ക് ഇരുത്തി സംസാരിച്ചു. അപ്പൊ പറയുന്നത് എന്താ വെച്ചാല് ഇതുപോലെയുള്ള സ്കാനിങ്ങും എല്ലാം ചെയ്ത് ഉള്ളു പരിശോധനകളും TVSും ചെയ്ത് അവര് മടുത്തു. അവർക്ക് സൈക്കോളജിക്കലായിട്ട് വന്ന വജൈനിസ്മസ് എന്ന് പറയുന്ന അവസ്ഥയാണ്. ഞാൻ അവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ സമാധാനത്തിൽ ഇരുന്ന് സംസാരിച്ചു. എന്നിട്ട് ഈ വജൈനിസ്മസ് മാറ്റി കൊടുത്താലല്ലേ കാര്യമുള്ളൂ. അങ്ങനെ അവരോട് ഇത് ഫതക്കിന്റെ റെപ്പട്രി ആണ് അവിടെ എന്നെ ഹെൽപ്പ് ചെയ്തത്. അതിൽ വജൈനിസ്മസിൽ കാക്ടസ് പറയുന്നുണ്ടായിരുന്നു. ഈശ്വര ഭഗവാനെ എന്ന് വിളിച്ചിട്ട് കാക്ടസ് കൊടുത്തു. കാക്ടസ് അടിപൊളിയായിട്ട് ഏറ്റു. വജൈനിസ്മസ് ഓക്കെ ആയി. അവർ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടായി. അവര് പഴയ ഒരു വൈബിലേക്ക് തിരിച്ചെത്താനുള്ള ഒരു ശ്രമം അവർ തുടങ്ങി. സെക്കൻഡ് വിസിറ്റിൽ ഞാൻ കാണുന്ന ഒരു 10 വയസ്സ് കുറഞ്ഞ ആൾക്കാർ, ആള് ഡൈ ഒക്കെ ചെയ്ത് ഭയങ്കര സുന്ദരനായി ഗ്ലാമറായി, വൈഫും നല്ല അടിപൊളിയായി. ഓണത്തിന്റെ സമയത്ത് ഒരു ഫോട്ടോഷൂട്ട് എടുക്കാനായിട്ട് എൻ്റെ അടുത്ത് അന്ന് വന്നിട്ടുണ്ട്, ഡോക്ടറെ പെട്ടെന്ന് മരുന്ന് എഴുതിക്കോ, കാരണം നമ്മൾ ലൈറ്റ് പോകുന്നതിന് മുമ്പ് എത്തണം. കാക്ടസ് 30 ആയിരുന്നു കേട്ടോ, 30 പിൽസിൽ 4 വെച്ച് 4 നേരം വിട്ടു. ഫോട്ടോ ലൈറ്റ് പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഫോട്ടോസ് എടുക്കണം, ഫോട്ടോഷൂട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അവർ ആദ്യം പറഞ്ഞു, ഈ ഒരു ഏജ് ഒക്കെ ഒരു കുഞ്ഞെന്നുള്ളത് മാത്രമല്ല ഒരു മനുഷ്യന്റെ ലൈഫിൽ ഏറ്റവും വലിയ കാര്യം. കാരണം ഒരു കുഞ്ഞുണ്ടായാൽ നാളെ ഈ കുഞ്ഞ് ഇവരെ നോക്കുമോ എന്നുള്ള കാര്യത്തിൽ പോലും ഒരു ഗ്യാരണ്ടി ഇല്ല. ശരിക്കും നാട്ടുകാരെ ബോധിപ്പിക്കാനോ അല്ലെങ്കിൽ എന്തിനൊക്കെയോ വേണ്ടിയിട്ട് ഇവർ തമ്മിലുള്ള റിലേഷൻ വരെ അതിനു വേണ്ടി മാത്രമായിപ്പോ. അതല്ല, ഫസ്റ്റ് ഓഫ് ഓൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ബോണ്ടാണ്. ഞാനിപ്പോ ഇത്രയും പറഞ്ഞെത്തിയത് റിസൾട്ടിന്റെ കാര്യം ചോദിച്ചപ്പോഴാണ് അല്ലേ. ഓക്കെ, ഇനി അടുത്ത് ചോദിച്ചോ. പറയൂ, ചോദ്യങ്ങൾ വരട്ടെ, കുഴപ്പമില്ല. പറഞ്ഞ കേസുകളെ കുറിച്ച്. ഡോക്ടറെ, ഈ തം സക്കിംഗ് കേസ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുക? ഡിഫിക്കൽട്ട് ആണ്. എനിക്കൊരു കേസ് ഉണ്ട്, ഒന്നും നടന്നിട്ടില്ല. ഓക്കെ ഓക്കെ. ഡോക്ടറെ, ഈ മെഡിസിൻസിന്റെ റെസ്പോൺസിനെ പറ്റിയിട്ടൊക്കെ ഡോക്ടർ കൂടുതലായിട്ട് പറഞ്ഞില്ലേ? അതൊക്കെ നമുക്ക് ഏത് ബുക്ക് റെഫർ ചെയ്താലായിരിക്കും കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുക? നല്ല ക്വസ്റ്റ്യനാണ്. ഹാരിങ്ടൺ, നാഷ്, പിന്നെ വിതോൾക്കാസ് ഭയങ്കര സിമ്പിളാണ് വായിക്കാൻ. പിന്നെ രാജൻ ശങ്കരൻ നല്ല ഓപ്ഷനാണ്. പിന്നെ ഡോക്ടർ, ഇത് ഓരോരുത്തരും മനസ്സിലാക്കി എടുക്കുന്നതിനും വ്യത്യാസം ഉണ്ടാവുമായിരിക്കും കേട്ടോ. അപ്പൊ എനിക്ക് കിട്ടണ ഒരു ഇതുപോലെ ആയിരിക്കത്തില്ല വേറൊരാള്. അത് നമ്മൾ വായിച്ചുകൊണ്ടേയിരിക്കുക, കിട്ടണ ബുക്സുകളൊക്കെ വായിച്ചുകൊണ്ടേയിരിക്കുക. അത് ഈ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരോടൊക്കെ പറയാനുള്ളത് ഇതാണ്, അതായത് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള സമയമാണ്. കാരണം നിങ്ങൾക്ക് ഒരു ദിവസം ഒരു പേഷ്യന്റ് ഉള്ളെങ്കിലും പേഷ്യന്റ് ഇല്ലെങ്കിൽ നിങ്ങൾ സന്തോഷിക്കുക വേണ്ട. കാരണം എന്താ അറിയോ, ബാക്കി നിങ്ങളുടെ മുന്നിൽ കുറെ സമയം കിടപ്പുണ്ട്. മാക്സിമം നിങ്ങൾ ബുക്ക് റെഫർ ചെയ്യും, മാക്സിമം നിങ്ങൾ വായിക്കുക. ജസ്റ്റ് ഇതുപോലെ കഥ പോലെ എഴുതി പോയാൽ മതി. ഒരു മലയാളത്തിൽ നിങ്ങൾ എന്താണോ ആ ഡ്രഗ് എന്ന് മനസ്സിലാക്കിയത്, അല്ലെ ഇതുപോലെ സിനിമയായിട്ട് കണക്ട് ചെയ്തിട്ടോ അങ്ങനെയൊക്കെ നിങ്ങളത് എഴുതി വെക്കുക, അല്ലെങ്കിൽ അതൊന്നും മനസ്സിൽ വിചാരിച്ച് വെക്കുകയോ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾക്ക് പിന്നെ പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും വായിക്കാനുള്ള നേരം കിട്ടൂല, ടച്ചും കിട്ടൂല. അതുകൊണ്ട് അപ്പൊ നമ്മൾ ഒരു റെമഡി അല്ല, 2 റെമഡി അല്ല, 3 റെമഡി അല്ല, അതിലേക്കൊക്കെ നമ്മൾ പോവും. അതൊക്കെയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇപ്പൊ ഞാൻ ഈ 4 കേസ് എന്റെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നതിന്റെ കാരണം ഒരു പ്രൗഡ് ഫീലിംഗ് കൊണ്ടാണ്. ഞാൻ സിംഗിൾ മെഡിസിൻ ആണ് അതിന് കൊടുത്തത് എന്നുള്ള, കാരണം നമ്മൾ പഠിച്ചു വരുന്നതിന് ഒരു ഇതുണ്ടല്ലോ. പക്ഷെ എന്ന് വെച്ചിട്ട് ഞാൻ സിംഗിൾ മാത്രമല്ല കൊടുക്കുക, ഇൻഫെർട്ടിലിറ്റി നോക്കിയാൽ തന്നെ സിംഗിൾ മാത്രമല്ല കൊടുക്കുക. പക്ഷെ ഈ കേസ് എടുത്തത് ആ ഡ്രഗ്സ് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാനും കൂടി വേണ്ടിയിട്ടാണ്. ഇന്ന കാർസിനോസിൻ ഇങ്ങനെയാണ് എന്ന് ചെറിയൊരു ഔട്ട്ലൈനും കൂടെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ എടുത്തത്. അപ്പൊ ഇപ്പോഴേ വായിക്കാൻ പറ്റുള്ളൂ. പ്രാക്ടീസ് കുറവാണെന്നൊരു ചിന്തയെ ആർക്കും വരാൻ പാടില്ല. അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്തോണം എല്ലാരും. ടെക്സ്റ്റ് ബുക്കുകളുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് പേര് വായിച്ചിട്ടുള്ളതായിരിക്കും. വിതോൾക്കസിന്റെ തന്നെ മെറ്റീരിയൽ വൈവേ ഒക്കെ ഉണ്ടെങ്കിലും വളരെ ചെറിയൊരു പുസ്തകമുണ്ട്, എസെൻസ് ഓഫ് മെറ്റീരിയൽ. വളരെ ചെറുതാണ്, 56 മെഡിസിനെ അതിനകത്ത് പറയുന്നുള്ളൂ. അതിൽ ചിലതിന്റെ മാത്രമേ എസെൻസ് ആയിട്ട് പറയുന്നുള്ളൂ, ബാക്കി ചെറുതായിട്ട് പറഞ്ഞു പോകുന്നേ ഉള്ളൂ.
ഫോസ്ഫറസ് ഒക്കെ അത് വായിച്ചിരിക്കണം. ഫോസ്ഫറസ് അല്ല, ഫോസ്ഫറസും ലൈക്കോപോഡിയവും സൈലീഷ്യയും നാട്രമൂറും ഒക്കെ എസൻസ് വായിച്ചിരിക്കണം. എസൻസ് വായിച്ചാൽ ഒരു പക്ഷേ പ്രിസ്ക്രൈബ് ചെയ്യാൻ പേഷ്യന്റ് ഈ പറഞ്ഞ പോലെ വന്നിരിക്കുമ്പോൾ തന്നെ അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് വെച്ച് പ്രിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് പറ്റും. രാജശങ്കറിന്റെ ഒക്കെ ലൈനിനേക്കാൾ ശങ്കറിന്റെ ലൈൻ മോശമാണെന്നല്ല, എങ്കിലും വിതോൾക്കസിന്റെ ആ ഒരു മെഡിസിൻസിനെ കുറിച്ചുള്ള ഒരു ഐഡിയ വളരെ ചെറിയ ബുക്കാണ്. എനിക്ക് തോന്നുന്ന 100 രൂപ താഴെ വില ഉണ്ടാകുള്ളൂ തോന്നുന്നു. ഇപ്പൊ എന്താ വില എനിക്ക് അറിയില്ല. 75 രൂപ. ആ, ഞാനൊക്കെ വാങ്ങുന്നത് അത് ഇറങ്ങിയ സമയത്താണ്. ഏതാണ്ട് 92-ലോ 93-ലോ കണ്ടാണ് അന്നാണ് അതിന്റെ ഇന്ത്യൻ എഡിഷൻ ഇവിടെ ഇറങ്ങുന്നത്. അന്ന് വളരെ ചെറിയ വിലയുള്ളായിരുന്നു. വളരെ ചെറിയൊരു ബുക്കുമാണ്. നമ്മുടെ കീനോട്ടിന്റെ ഒക്കെ പകുതിയേ ഉള്ളൂ. ഇത്തിരി നീളത്തിലുള്ള ഒരു ബുക്കാണെന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ വായിച്ചിട്ടില്ലാത്തവർ, ഒരുപാട് പേര് വായിച്ചിട്ടുണ്ടാവും, പ്രത്യേകിച്ച് PG-കാരൊക്കെ അത് റെഫർ ചെയ്യുന്നുണ്ടാവും. പക്ഷെ വായിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ടെക്സ്റ്റ് ആണ് എസൻസ് ഓഫ് മെറ്റീരിയ മെഡിക്ക ബൈ ജോർജ് വിതോൾക്കസ്. ഓക്കെ, ഇല്ലാത്തവരെല്ലാരും ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഓർഡർ ചെയ്താണ്. മാഡം ബ്ലീഡിംഗ് ഗംസ് എങ്ങനെയാ മാനേജ് ചെയ്യണേ? എന്താണ്, വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടായതാണോ? കാരണം അറിയില്ല. ഫുള്ള് മുഖത്തിന് ഫുള്ള് ബ്ലീഡ് ചെയ്യുന്നുണ്ട്. ബ്രഷ് ചെയ്യാനോ ഭക്ഷണം കഴിക്കാനോ എരിവ് കഴിക്കാനോ ഒന്നും പറ്റുന്നില്ല. അതിന്റെ കോസേഷൻ എന്തായാലും അറിയണം. ഡയഗ്നോസിസ് കറക്റ്റ് ആയിട്ട് പോകണം. എന്നിട്ടേ നമ്മൾ രണ്ടാമതാണ് മെഡിസിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് കേട്ടോ. അതായത് എന്താണെന്നുള്ളത് കറക്റ്റ്. ഇപ്പോൾ ഇതിനൊരു ഡെന്റലിന്റെ ഹെൽപ്പ് വേണമെങ്കിൽ അതാണേലും നോക്കുക. ചിലപ്പോൾ മൗത്ത് ഇതുപോലെ ഒരുപാട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ടും ബ്ലീഡിങ് ആവാനുള്ള സാധ്യതയുണ്ട്. സ്കർവി ആണെങ്കിലും അങ്ങനെ സംഭവിക്കാം. അപ്പൊ അത് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം മരുന്നിലേക്ക് ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഡോക്ടറെ, ഇൻഫാന്റൽ യൂട്രസ് അഥവാ ഹൈപ്പോപ്ലാസ്റ്റിക് യൂട്രസ് അല്ലേ, അത്തരം കേസുകളിൽ ഡോക്ടറിന്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? അങ്ങനെ ഒരു കേസ് ഇപ്പൊ ഓൺഗോയിങ് ആണ്. അപ്പോൾ ഞാൻ സഹ്യ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെയുള്ള ഒരു ഡോക്ടറിനോട് ഡിസ്കസ് ചെയ്ത സമയത്ത് മയാസ്മാറ്റിക് രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ്. അല്ലാതെ നമുക്ക് അതിലൊരു വലിയ ചേഞ്ചസ് കൊണ്ടുവരാൻ കുറച്ച് പാടാണ്. മയാസം വെച്ച് പിടിച്ചാൽ കുറച്ചും കൂടി നന്നാവും എന്ന് പറയുന്നുണ്ട്. അപ്പം അത് ഓൺഗോയിങ് ആയിട്ട് പോകുന്നുണ്ട്, പക്ഷെ റിസൾട്ട് ആയിട്ടില്ല. ഹലോ ഡോക്ടർ, ഈ ബെഡ് വെറ്റിംഗ് കേസസ് ഇല്ലേ കുട്ടികളിൽ കാണുന്ന, അതില് എന്തെങ്കിലും എന്താണ് ഡോക്ടർ, മനസ്സിലായില്ല എനിക്ക്. ബെഡ് വെറ്റിംഗ് കേസസ് ഇല്ലേ? ഓക്കെ. ട്യൂബർകുലിന് നല്ല റെമഡിയാണ്. ട്യൂബർകുലിന് നല്ല റെമഡിയാണ്. പിന്നെ കോസ്റ്റിക്കും ഒക്കെ ചിന്തിക്കാം. എന്നിരുന്നാൽ പോലും ട്യൂബർകുലിനം തന്നെയാണ്. ഒരുപാട് കേസിൽ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് ട്യൂബർകുലിനം. താങ്ക് യു. ഡൗട്ട്സ് ചോദിക്കുന്ന കൂട്ടത്തിൽ ക്ലാസിന്റെ ഒരു റിവ്യൂ കൂടെ ആകാം. നമുക്ക് ഒരു 10 മിനിറ്റിനകത്ത് വൈൻഡപ്പ് ചെയ്യണം. നിങ്ങൾക്ക് ഈ ക്ലാസ് എങ്ങനെ ഫീൽ ചെയ്തു? ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകൾ കേൾക്കാൻ താല്പര്യമുണ്ടോ? തുഷാര ഡോക്ടറെ തന്നെ നമുക്ക് വിളിക്കാം ഇടയ്ക്ക്. അതിനെക്കുറിച്ചുകൂടെ നിങ്ങളുടെ ഒരു റിവ്യൂ കൂടെ പോരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചില കാര്യങ്ങളൂടെ പറയാനുണ്ട്. അടുത്ത ബുധനാഴ്ച പറഞ്ഞോളൂ. എനിക്കൊരു മോട്ടിവേഷൻ ആവും സാർ. മാം, ഞാൻ ഡോക്ടർ റാണിയാണ്. ഞാനിതില് ക്ലാസ് ഉണ്ട് എന്ന് ഗ്രൂപ്പ് കണ്ടപ്പോ ഞാൻ സാറിനായിരുന്നു റിക്വസ്റ്റ് അയച്ചത്, എനിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന്. അപ്പം ഇതുവരെ ഇന്ന് സാർ കറക്റ്റ് ഒരു 8 മണിക്ക് മുന്നേ എനിക്ക് ലിങ്ക് അയച്ചു തന്നപ്പോ എനിക്ക് എന്തായാലും കയറണം എന്നുള്ള താല്പര്യം കൊണ്ട് കയറിയായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ശരിക്കും നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. ആ ഡ്രഗ് തന്നെ നമുക്ക് ഉള്ളിലേക്ക് കയറുന്ന രീതിയിൽ മാം ആ ഒരു കേസ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുകൊണ്ടും ഡ്രഗിനെ കുറിച്ച് ഇനിയും പഠിക്കണം എന്നുള്ള ഒരു മോട്ടിവേഷനും കൂടി അതിന്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ താങ്ക് യു സോ മച്ച്. സാറിനോടും താങ്ക് യു. ഡോക്ടറെ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ഈ പോളിപ്പൊക്കെ പറഞ്ഞില്ലേ, എൻഡോമെട്രിയൽ പോളിപ്പ്, അങ്ങനെ ബ്ലീഡിങ് കേസുകള്. അപ്പൊ സാധാരണ ഞാനൊക്കെ ചിന്തിക്കൽ ഈ ബ്ലീഡിങ്, ഇപ്പൊ ഡോക്ടർ മെഡിസിൻ കൊടുത്തു പറഞ്ഞല്ലോ, അപ്പൊ നമ്മൾ ഈ ബ്ലീഡിങ് കേസ് വരുമ്പോ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ എന്തെങ്കിലും ടിഞ്ചേഴ്സോ മെഡിസിനൊക്കെ നല്ല ക്വസ്റ്റ്യനാ ഡോക്ടറെ. ഇപ്പൊ നമ്മളുടെ അടുത്ത് ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരാൾ അങ്ങ് അവിടെയാണ്. അപ്പൊ എനിക്ക് SOS ആയിട്ട് ഞാൻ മരുന്ന് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ബ്ലീഡിങ്. പക്ഷെ പിന്നെ ബ്ലീഡിങ് വന്നിട്ടില്ല. ഇനിയിപ്പോ നമ്മളുടെ അടുത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ബ്ലീഡിങ് ആയിട്ടൊരു കേസ് നമ്മളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ആ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാന്ന് തന്നെയാണ്. അതിന് എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ഇപ്പിക്കാക്ക് ആണ്. ഇപ്പിക്കാക്ക് 1M ആണ്. അത് 1M ഞാനൊരു 6 ഡോസ് കൊടുക്കും. രാവിലെ ഒന്ന്, ഉച്ചയ്ക്ക് ഒന്ന്, രാത്രി ഒന്ന്. അങ്ങനെ അതൊരു
3 ഡോസ് ഒക്കെ പോകുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അഥവാ ഇപ്പിക്കാക്ക് കൊടുത്തിട്ട് റിസൾട്ട് വരാത്ത കേസിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഫോസ്ഫറസ് ആണ്. അത് ഫോസ്ഫറസ് 200 ഒരു 2 ഡോസ് പോകുമ്പോൾ തന്നെ ഏകദേശം ഒന്ന് ക്ലീൻ ആവാറുണ്ട്. എന്നിട്ട് ഇതിലും ഒക്കെ നിന്നിട്ടില്ലെങ്കിൽ നമ്മുടെ എന്താ ട്രിലിയം ടിഞ്ചർ, തലാപ്സി ടിഞ്ചർ ഒത്തിരി ക്ലോട്ട് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ തലാപ്സി ടിഞ്ചർ ഒക്കെ ചിന്തിക്കാം കേട്ടോ. ഈ ബ്ലീഡിങ് നിർത്തി കൊടുക്കുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ അവർക്ക് നമ്മളോടുള്ളൊരു കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കൂടും. എപ്പോഴും കൂടെ നിൽക്കും. പിന്നെ പേഷ്യന്റ് ചോദിക്കുക എത്ര ദിവസം കൊണ്ട് ബ്ലീഡിങ് നിൽക്കുന്ന അവരാദ്യം ചോദിക്കുക. നമ്മൾ അവരോട് അങ്ങോട്ട് പറയണം 2 ദിവസം കൊണ്ട് ബ്ലീഡിങ് നിൽക്കണം. അത് പോയി പേഷ്യന്റ് കിട്ടുന്ന ഇപ്പൊ 2 ദിവസം കൊണ്ട് ബ്ലീഡിങ് നിൽക്കുമല്ലേ, ഇതായിരിക്കും പേഷ്യന്റ് ചിന്തിക്കുക. 2 ദിവസം കൊണ്ട് ബ്ലീഡിങ് നിൽക്കണം, നിന്നിട്ടില്ലെങ്കിൽ അപ്പൊ തന്നെ എന്നെ വിളിക്കുക, മെഡിസിൻ ചിലപ്പോൾ ചേഞ്ച് ചെയ്യേണ്ടി വന്നേക്കും. ഇത് പറഞ്ഞോളൂ. പിന്നെ ഏറ്റവും മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് അവരുടെ HB ലെവലാണ്. ഒരിക്കലും HB കുറഞ്ഞു പോകാൻ പാടില്ല, അത് നമുക്ക് ദോഷമേ ചെയ്യുള്ളൂ. അതുകൊണ്ട് HB കൂടുന്ന ഫുഡും അഥവാ അയൺ സപ്ലിമെന്റേഷൻ വേണ്ടി വരുവാണെങ്കിൽ അതും കൊടുക്കുക. അത് നോക്കുമ്പോഴത്തേക്കിനും നമ്മളുടെ ഒരു ഫോർട്സിന്റെ എരിത്രോഫിൽ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റും അതൊക്കെ ഉണ്ട്. അതിന് ഉള്ള ഗുണം എന്താ വെച്ചാൽ ഈ കോൺസ്റ്റിപ്പേഷനോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കില്ല. അത്യാവശ്യം നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതുമാണ് കേട്ടോ. അതുപോലെ ശ്വാബേന്റേതാണെങ്കിലും ഒക്കെ റിസൾട്ട് ഉള്ളതാണ്. കൂടെ കൊടുക്കാവുന്നതേ ഉള്ളൂ നമുക്ക്. അതിന്റെ കൂടെ തന്നെ ബ്ലീഡിങ് സ്റ്റോപ്പ് ആയിട്ടാണോ മറ്റേ മെഡിസിൻ കൊടുത്തിരുന്നത് അതോ അതിന്റെ കൂടെ തന്നെ കൊടുത്തിരുന്നത്? ഇല്ല, എന്റെ അടുത്ത് ഈ പേഷ്യന്റ് ഇവർ രണ്ടുപേരും എന്റെ അടുത്ത് വരുമ്പോ ഈ കേസിൽ ഇവർ രണ്ടുപേരും എന്റെ അടുത്ത് വരും. ഒരാൾക്ക് എനിക്ക് ഞാൻ പറഞ്ഞില്ല SOS ആയിട്ട് കൊടുത്തു വിടുക ചെയ്തത്. പക്ഷെ അപ്പോഴത്തേക്ക് അലോപ്പതി ഡോക്ടർ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പുറത്തെ കേസിൽ. പിന്നെ നമ്മുടെ മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്തിട്ട് അവർക്ക് അത് യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ നാട്ടിലെ കേസ് പറയുകയാണെങ്കിൽ അവരും ഇതുപോലെ എന്റെ അടുത്ത് വരുമ്പോൾ അവർക്ക് ബ്ലീഡിംഗ് ഉള്ള അവസ്ഥയിലല്ല. പിന്നീട് അവർ ഈ പറഞ്ഞ പോലെ അടുത്ത മാസം ബ്ലീഡ് ചെയ്ത സമയത്ത് അത്യാവശ്യം നല്ലൊരു ബ്ലീഡിങ് വന്നു. പക്ഷെ അതൊരു 5-6 ഡേയ്സ് കൊണ്ട് ഓട്ടോമാറ്റിക്കലി അവരത് നിന്നു. ആ വന്ന സമയങ്ങൾ ഒരു 6 പാഡ് വരെയൊക്കെ മാറ്റേണ്ട അവസ്ഥയിലേക്ക് പോയിരുന്നു. പക്ഷെ അവിടെ ഞാൻ മെഡിസിൻ ഒന്നും കൊടുത്തില്ല. എന്റെ മൈൻഡിൽ ഒരു 6 ഡേയ്സ് കഴിഞ്ഞു ഉണ്ടെങ്കിൽ കൊടുക്കാമെന്നായിരുന്നു, പക്ഷെ കൊടുക്കേണ്ടി വന്നില്ല. കേസിലൊക്കെ നല്ല ബ്ലീഡിങ് വരുന്ന കേസുകൾ അതിലൊക്കെ നമ്മൾ എന്താ കൊടുക്കാൻ പറ്റിയത്? PCOD ബ്ലീഡിങ് വരുന്നതിലോ? ഡോക്ടർ ഉദ്ദേശിച്ചത് മെനറേജിയ പോലെ നിൽക്കുന്നതാണോ? അല്ല, പ്രൊഫ്യൂസ് ബ്ലീഡിംഗ് ആയിട്ട് 2 ആഴ്ച മെഡിസിൻ കൊടുത്തിട്ട് നിന്നിട്ടില്ല. പിന്നെ അലോപ്പതി കാണിച്ചു. ഞാൻ പറഞ്ഞ അലോപ്പതി കാരണം മെഡിസിൻ ഒരു വിധം കൊടുത്തിട്ട് ഇത് തന്നെ ഡോക്ടർ ട്രൈ ചെയ്ത് നോക്ക്, ഇപ്പിക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ, ഉറപ്പായിട്ട് റിസൾട്ട് ഉണ്ടാവും. ഇപ്പിക്ക കൊടുത്തിരുന്നോ? ഇല്ല, രണ്ടും കൊടുത്തിട്ടില്ല. ഞാൻ ടിങ്ചേഴ്സാ കൊടുത്തത്. ഇനി അതുകൊണ്ട് ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോ കൊടുക്കൂ. ഓക്കെ ഡോക്ടർ. ഡോക്ടറെ ഞാൻ ഒരു ഡൗട്ട് കൂടെ ചോദിച്ചോട്ടെ. ഇപ്പോ നമ്മള് മെഡിസിൻസ് കൊടുക്കുമ്പോ ഏതെങ്കിലും ബ്രാൻഡ് ഇപ്പൊ SBLോ അല്ലെങ്കിൽ ജർമ്മൻ തന്നെ കൊടുക്കണം, അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? അങ്ങനെ പറയുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. പക്ഷെ എന്റെ കയ്യിൽ ഇരിക്കുന്ന മെഡിസിൻസ് ഞാൻ പഠിച്ചിറങ്ങി ഇന്റേൺഷിപ്പിന് കിട്ടിയ സാലറിക്ക് മേടിച്ചത് ബയോഫോഴ്സ് ആയിരുന്നു, അത് എന്റെ കയ്യിലുണ്ട്. പിന്നെ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മേടിച്ചത് SBL ആയിരുന്നു, അതും എന്റെ കയ്യിലുണ്ട്. പക്ഷെ ഇപ്പൊ ഇൻഫെർട്ടിലിറ്റിക്ക് വേണ്ടി എടുക്കുന്നതൊക്കെയും മാക്സിമം ഈ 1M 10M എടുക്കുന്നത് മൊത്തവും റെക്വ തന്നെ എടുക്കാനായിട്ട് നോക്കാറുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ബയോഫോഴ്സിലും ഈ പറഞ്ഞ SBL ഒക്കെ റിസൾട്ട് കിട്ടിയിട്ട് തന്നെ ഉള്ളതാണ്. എനിക്ക് അത്ര ആധികാരികമായിട്ട് അതിനെ കുറിച്ച് പറയാൻ അറിയത്തില്ല. ഹലോ ഡോക്ടറെ, ഞാൻ ഡോക്ടർ ജയലളിതയാണ്. എക്സലന്റ്, നല്ല സെഷൻ ആയിരുന്നു, നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ വാക്കൻസി 8 ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അശോക് കുമാർ ഡോക്ടർ കയറ്റിയതാണ്. എനിക്ക് ഇത് സംബന്ധിച്ചുള്ളതൊന്നല്ല, സ്കിൻ കംപ്ലൈൻസ് ആണ് ഏറ്റവും കൂടുതൽ ഫെയിലിയർ വരുന്നത്. അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതെങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അത് അവര് എസ്പെഷ്യലി ഇപ്പൊ ഈ വിന്റർ സീസൺ കഴിഞ്ഞാൽ ചൂട് തുടങ്ങിയപ്പോഴും ആ വിന്ററിന്റെയും ചൂടിന്റെ ഇടക്ക് വന്നിട്ട് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും കുട്ടികൾക്കായാലും ഒക്കെ ഇൻ ബിറ്റ്വീൻ തൈ ആക്സില അവിടെയൊക്കെ വരുന്നൊരു സ്കിൻ കംപ്ലൈന്റ് ഉണ്ടല്ലോ, ഭയങ്കര ചൊറിച്ചിലും പുകച്ചിലും ഇതൊക്കെ ആയിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ് കൂടുതലായിട്ട് ഇപ്പൊ കിട്ടുന്നത്. അതിലെന്തെങ്കിലും പറയാനുണ്ടോ? അതോ അതിന് വേറെ സെഷൻ എടുക്കോ? എങ്ങനെയാണ്? അതോ അത് ടേസ്റ്റ് എടുക്കണോ, മൈൻഡ് എടുക്കണോ? അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. റെക്കറന്റ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ തന്നെ അത്രയും ഒരു ഡീപ് കേസ് ടേക്കിങ്ങിലേക്ക് പോയാൽ മതിയാവും തോന്നുന്നുണ്ട് കേട്ടെടുത്തോളം. കാരണം ക്ലൈമറ്റ് കുറെ കോസേഷൻ അവിടെ ഉണ്ടല്ലോ, ഉണ്ടായി വന്നതിന്റെ കാരണങ്ങൾ നമ്മുടെ മുന്നിൽ ക്ലിയർ ആണ്. അപ്പോ അവരോട് എനിക്ക് തോന്നുന്നു നമുക്കിവിടെ ബാസിലിനും ചിന്തിക്കാം, സെപ്പിയ, ടെലൂറിയം പോലെയുള്ള മെഡിസിൻസ് ഒക്കെ ചിന്തിക്കാം തോന്നുന്നു. അപ്പൊ ഡോക്ടർ അത് ട്രൈ ചെയ്തിട്ടുണ്ടോ? കൊടുത്തു നോക്കി, ബാസിലിനും കൊടുത്തിട്ട് ഇത്തിരി പ്രശ്നമായി. പിന്നെ സീറോ ബാറിലേക്ക് പോയി, അത് ഇത്തിരി പ്രശ്നമാവുന്നുണ്ട്.
ഈ പിന്നെ സ്കിൻ ടെന്നിയം കൊടുത്തു, സീറോ ബാർ ആണ് കൊടുത്തത് ഞാൻ. അത് വാട്ടർ ഡോസിലാണ് കൊടുത്തത്. പക്ഷെ അത് അഗ്രവേഷൻ എന്നാലും ഉണ്ടാക്കുന്നുണ്ട്. ഇത്തിരി സിവിയർ ആയിട്ടാണ് ഈ പേഷ്യൻസ് വന്നത്. ഓക്കെ ഡോക്ടർ, ഏത് പൊട്ടൻസിയിലാണ് കൊടുത്തേ? സീറോ ബാർ. സീറോ ബാർ അല്ലേ ഡോക്ടർ? ഒന്ന് എന്റെ ഒരു ഇത് പറയട്ടെ, ഞാൻ എപ്പോഴും സ്കിന്ന് വരുമ്പോ എനിക്ക് ഹൈപ്പൊട്ടൻസി പിടിക്കാനാണ് ഇഷ്ടം. ഹൈപ്പൊട്ടൻസി എനിക്ക് പേടിയാണ്, അതാണ്. ഇല്ല, അത് ഡോക്ടർ പേടിക്കണ്ട. അതൊന്ന് കൊടുത്തു കഴിയുമ്പോ ഡോക്ടർക്ക് അത് മനസ്സിലാവും. നല്ല രീതിയിൽ ഈവൻ സൾഫർ 10 ഒക്കെ ഭയങ്കര സൂപ്പറാണ് നമ്മുടെ സോറിയാസിസ് കേസിലൊക്കെ. നാസിലിനെ 1 ഞാൻ കൊടുത്തു ഡോക്ടർ. അപ്പോഴാണ് അത് അഗ്രവേറ്റ് ചെയ്ത കേസ്. ഡോക്ടർ ജസ്റ്റ് 2 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യായിരുന്നു, പിന്നെ ഉടനെ തന്നെ മെഡിസിൻ മാറ്റിയോ? ഇല്ല, അവര് 2 ദിവസം കഴിഞ്ഞപ്പോ തന്നെ വന്ന് പറഞ്ഞു ഭയങ്കര അഗ്രവേഷൻ ആണെന്ന്. അതെയോ? മേ ബി അതൊരു നല്ല അഗ്രവേഷൻ മീൻസ് ബാസിലിനും ഇതുപോലെ ഈ പറയുന്ന ടീനി അങ്ങനത്തെ സാധനങ്ങൾ വരുമ്പോൾ ഞാൻ ശരിക്കും കൊടുക്കാന്ന് വെച്ചാൽ നാട്രിമൂർ 1 അല്ലെങ്കിൽ 10 മോർണിംഗിൽ ഒരു ഡോസ് കൊടുക്കും. അതിന്റെ കൂടെ തന്നെ ഇതുപോലെ തന്നെ ഇടയ്ക്ക് ഇന്റർ കറന്റ് ആയിട്ട്, അതായത് ഇപ്പം ഒരു 5 days അല്ലെങ്കിൽ ഒരു 1 week ഒക്കെ മെഡിസിൻ കൊടുക്കലുള്ളൂ. അവർ പിന്നെ തിരിച്ചു വരുമ്പോൾ അതിനൊരു ഇന്റർ കറന്റ് പോലെ ഈ പറയുന്ന ബാസിലിനും മിക്കപ്പോഴും ബാസിലിനും തന്നെയാണ് വരിക. അതും ഒരു 1 10 റേഞ്ചിലാണ് അതും കൊടുക്കുക. ഓക്കെ, താങ്ക് യു. എക്സലന്റ് സെഷൻ. താങ്ക് യു ഡോക്ടറെ. താങ്ക് യു ഡോക്ടർ. താങ്ക് യു.